ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുലിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. രാഹുലും ഗംഗയും കൂടി സെല്ലിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുകയാണ്. രാഹുൽ പറയുന്നുണ്ട്, നല്ലൊരു ദിവസമൊക്കെയാണ്. എൻ്റെ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്തായാലും ആ മനോഹർ എന്ന് പറയുന്നവൻ പോയി കാണും, അവൻ നാട് വിട്ടു കാണും. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. പിന്നെ എൻ്റെ മകൾ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കും നല്ലത് തന്നെയായിരിക്കും, അവൾക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ പരോള് ഉത്രാടത്തിൻ്റെ അന്ന് എനിക്ക് പരോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും. എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ഇരുന്ന് ഇങ്ങനത്തെ ദിവസമൊക്കെ ഒന്ന് ആഘോഷിക്കേണ്ടത് നല്ലതാണല്ലോ, സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങനെ പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയാണ്. കാരണം തൊട്ടപ്പുറത്തല്ലേ അങ്കിളിൻ്റെ ശത്രു താമസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അവനെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനി വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, എന്തായാലും എനിക്കിങ്ങോട്ട് തിരികെ വരേണ്ടത് തന്നെയല്ല ജയിലിലോട്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയാണ്. എനിക്ക് അവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് മനോഹറിൻ്റെ അവൻ രക്ഷപ്പെട്ടല്ലോ, അവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, കൊല്ലേണ്ടതായിരുന്നു അവനെ എന്നിങ്ങനെ പറയുമ്പോഴും ഗംഗ പറയാണ്, അവൻ രക്ഷപ്പെടട്ടെങ്കിൽ എന്തായാലും അവൻ ഇപ്പോൾ രക്ഷപ്പെടട്ടെ, അവൻ എന്തായാലും നാട്ടിലോട്ട് വരുമല്ലോ, അപ്പം നമുക്ക് കാച്ചി കളയാം അവന് എന്നിങ്ങനെ മറുപടി പറയുകയാണ്. ആ സമയത്ത് രാഹുൽ തന്നെ പറയാണ്, ഇങ്ങനെ ഒരു ജന്മം ഞാൻ കണ്ടിട്ടില്ല, അവനെ നീർനായയാണ്, ഒരിടത്ത് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പൊങ്ങുന്നതെന്ന് പോലും അറിയില്ല, പിന്നെ അവനെ എങ്ങനെ പിടിക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ്, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അവനൊരു നീർനായ തന്നെയാണ്, ഒരു പെണ്ണിനെ കൊത്തി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് ഭാഗത്ത് പോന്തനെന്നൊന്നും ആർക്കും പറയാനും പറ്റത്തില്ല എന്ന് പറയാണ്. ഗംഗ പറയുന്നുണ്ട്, അതെ ഇപ്പം പരോളിറങ്ങിനേക്കാളും നല്ലത് നമുക്ക്, ഞാൻ ജയിൽ ചാടുന്ന സമയത്ത് അങ്കിള് പുറത്തുണ്ടായിരുന്നെങ്കിൽ, പരോളിറങ്ങി പുറത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കാദംബരിയും കാർത്തികയും അതിസുന്ദരികളായിട്ട് ഓണത്തിൻ്റെ അന്നാണ്, തിരുവോണത്തിൻ്റെ അന്ന് അവർ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ മനസ്സറിഞ്ഞ് അവർ തൊഴുതതിന് ശേഷം പ്രസാദൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, അച്ഛനെ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ, അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലല്ലോ, ആളിന്ന് വന്നില്ലല്ലോ, ഇന്നലെയും കണ്ടില്ലല്ലോ, ഇല്ലെങ്കിൽ ആ ആൽത്തറയെങ്കിലും വന്നിരിക്കാറുള്ളതാണ്, ഇന്ന് കണ്ടിട്ടേ ഇല്ല കേട്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് കാദംബരി ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ മാറ്റം അത് എന്താണ് ശാന്തിയുടെ അഭിപ്രായത്തിൽ എന്ന് ചോദിക്കുമ്പോൾ, നല്ല മാറ്റം തന്നെയാണ് മോളെ, അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിനെ നിങ്ങൾ ഇനി ആരും സംശയിക്കല്ലേ, അദ്ദേഹം എന്നോട് നിങ്ങൾക്ക് വേണ്ടി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരുത്തൻ ജയിലിൽ നിന്ന് പരോളിറങ്ങിയായിരുന്നു, അവൻ അച്ഛൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്, അത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചും ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് അതായത് മക്കളെ ജനിപ്പിച്ചു പോയില്ലേ, മക്കളെ കൊല്ലാനായിട്ട് എന്തെങ്കിലും വഴിപാടുകളുണ്ടോ എന്നാണ് ചോദിച്ചത്. അവനെ കൊല്ലാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നത്, പക്ഷെ മക്കൾക്ക് വേണ്ടി, പെൺമക്കൾക്ക് വേണ്ടി അങ്ങനെയല്ല കേട്ടോ, എന്ത് കൊടുക്കാനും എന്നും വഴിപാടും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതെ അച്ഛൻ എന്താണ് പറ്റിയതെന്നൊന്ന് അന്വേഷിച്ച് നോക്കട്ടോ, തിരുവോണനാളല്ലേ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിലോ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പുണ്യം തന്നെയാണ് കേട്ടോ എന്നിങ്ങനെ ശാന്തി ഇങ്ങനെ മറുപടി പറയുകയാണ്. ആ സമയത്ത് ശാന്തി അവിടെ നിന്നും പോയതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, കേട്ടില്ലേ പൂജാരി പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അതൊക്കെ അച്ഛനെ പറഞ്ഞു പിടിപ്പിച്ചതായിരിക്കും, കാരണം അച്ഛനറിയാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇതൊക്കെ പറയുമെന്ന്. എന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ്. അങ്ങനെ വഴിയരികിൽ വെച്ചിട്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ ഒരു കടത്തിണയിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു വല്ലാത്തൊരു അവശയായൊരു നിലയിലാണ്, കുളിച്ചിട്ടുമില്ല, പല്ലും തേച്ചിട്ടില്ല, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിട്ടൊരു രീതിയിലാണ് ഇരിക്കുകയാണ്. ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വായിലൊഴിക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടായില്ല, തൊണ്ട വരണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് ആ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ ആ സമയത്ത് കാദംബരി പറയാണ്, ദേ ഇരിക്കുന്നു അച്ഛൻ എന്നിങ്ങ് പറയുന്നുണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കല്യാണി ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുകയാണ്.
അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവർ 3 പേരും അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ആ മക്കൾ ഇതെവിടെ പോയി? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയതാണ് അച്ഛ എന്ന് പറയുന്നുണ്ട്. ആ നന്നായി, തിരുവോണനാളായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചല്ലോ. എന്തായാലും തിരുവോണത്തിൻ്റെ അന്ന് മക്കളെ 3 പേരെയും ഒന്നിച്ച് കാണാൻ സാധിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അച്ഛൻ എന്തായാലും വായോ, ഞങ്ങൾ കൂടെ വായോ എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട മക്കളെ, ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. എൻ്റെ വേഷം കണ്ടില്ല, ആകെ മുഷിഞ്ഞ വേഷമാണ്, അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അച്ഛനെ ഞങ്ങളല്ലേ വിളിക്കുന്നത്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതെ ഈ തിരുവോണ നാളായിട്ട് വഴിയരികിൽ ഇട്ട് കിടക്കുന്ന അച്ഛന് അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതുകൊണ്ട് അത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട, വാ എഴുന്നേറ്റ് വാ ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോഴും കല്യാണി കൈ പിടിക്കാണ്. വാച്ച എഴുന്നേൽക്ക്. വേണ്ട മോളെ മക്കളെ, ഞാൻ എണീറ്റോളാം എന്നും പറഞ്ഞ് അവൻ സ്വയം ഇങ്ങനെ പതുക്കെ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് നേരെ കാറിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്ത് വീട്ടിലാണെങ്കിലും നമ്മുടെ ദീപയും ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ താരയും കൂടിയിട്ട് പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ്. പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രതീഷ് ആണെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് ഇവരിടുന്ന പൂക്കളം നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കിരൺ ആണെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ ദീപ പറയാണ്, അതെ കല്യാണി മോള് വരച്ചൊക്കെ പോയത് കൊണ്ട് നമ്മൾക്ക് ഇടാൻ നല്ല സുഖമായല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് കാറ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും 3 പേരും ആദ്യം തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയാണ്, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശനെ ഇറക്കുന്നുണ്ട് കല്യാണി. അപ്പോൾ പ്രകാശനെ കാണുമ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പ്രകാശൻ അവിടേക്ക് വരുമ്പോഴും രതീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞു പോയത് ഈ കടുവയെ കൊണ്ടുവരാനായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാദംബരി പറയുന്നുണ്ട്, രതീഷേട്ടനോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഒരു പക്ഷെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന്. പറഞ്ഞായിരുന്നു. പിന്നെ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ആദ്യത്തെ ഭക്ഷണം തന്നെ അയാൾക്ക് വിളമ്പി അയാളെ കൊണ്ട് ഉണ്ണിക്കണം കേട്ടോ, എന്നിട്ട് വേണം മറ്റുള്ളവർ കഴിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുന്നത്, അതെന്ത് വർത്താനം രതീഷേട്ടാ പറയുന്നത്? ഭക്ഷണം വെക്കുന്നത് അതിന് അച്ഛനെ ഒന്നുമല്ലല്ലോ, ഞങ്ങളെല്ലാവരും ചേർന്നിട്ടില്ലേ, പിന്നെ ഇങ്ങനെ അച്ഛൻ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുക? നിങ്ങളെല്ലാവരും ചേർന്ന് തന്നെയാണ് ഭക്ഷണം വെക്കുന്നത്. പക്ഷേ ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അയാൾക്കറിയാം എന്താ ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ അതിൽ ചേർക്കും. അയാളുടെ മകൻ വാക്കും കേട്ട് നടക്കുന്നതാണ്. തിരുവോണ നാളായിട്ട് അയാളുടെ മകന്റെ ഓർമ്മയിലായിരിക്കും അയാൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, കുറ്റപ്പെടുത്തുന്നുണ്ട് രതീഷ്. അങ്ങനെ ആ സമയത്ത് ആരൊന്നും പറയണ്ട എന്ന് കല്യാണി പറയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മയും ദീപയും കൂടി അപ്പോഴും പ്രകാശനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ മകൻ വന്നപ്പോൾ നിങ്ങൾ കൂടെ താമസിപ്പിച്ചില്ലേ, അമ്മ തള്ളിക്കളഞ്ഞ മകനാണ്, എന്നിട്ട് നിങ്ങൾ കൂടെ താമസിപ്പിച്ചു. അതുപോലെ തന്നെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ പൊക്കോളണം, ഇല്ല ഇവിടെ ഒന്നും താമസിക്കാനൊന്നും കരുതണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇല്ല അതിന് തന്നെയാണ് പോകുന്നതെന്ന് പ്രകാശൻ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിരൺ പറയുകയാണ്, അത് എന്തായാലും ഇനിയിപ്പോൾ വന്നതല്ലേ, തിരുവോണ നാളായിട്ട് ആരെയും പുറത്താക്കണ്ട, അപ്പുറം പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നല്ല വസ്ത്രം എടുത്ത് കൊടുക്കുക കല്യാണി എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ശരി കിരണേട്ടാ എന്ന് കല്യാണി പറയുമ്പോൾ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, വേണ്ട മോളെ അകത്തൊന്നും പോകണ്ട, ഞാൻ അവിടെ ആ പൈപ്പിൻ്റെ ചുവട്ടിൽ അവിടെ നിന്ന് കുളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് കിരൺ അങ്ങനെ പറയുന്നുണ്ട്. അതെ എൻ്റെ ദേഹത്ത് നിറച്ച് അഴുക്കാണ്, ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, പുറത്തെ അഴുക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷേ അകത്ത് മനസ്സിൻ്റെ അകത്ത് അത് അഴുക്കില്ലാതിരുന്നാൽ മതി, അത് വൃത്തിയായാൽ മാത്രം മതി എന്ന് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി വാച്ച എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് അവർക്ക് ആർക്കും താല്പര്യമില്ലാതെ ഇത് വേണ്ടായിരുന്നു, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്നിങ്ങനെ ലക്ഷ്മി അമ്മയും ദീപയൊക്കെ കിരണിനോട് ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്